വിഷയം രാഷ്ട്രീയ ഇസ്ലാമും മുസ്ലിം രാഷ്ട്രീയ പ്രതിനിധാനവും. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഈ സമകാലിക കാലത്ത് ചർച്ചയാകേണ്ട ഒരു വിഷയമാണ് രാഷ്ട്രീയ ഇസ്ലാമും മുസ്ലിം രാഷ്ട്രീയ പ്രതിനിധാനവും. ഇസ്ലാമും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം ഇസ്ലാം ഒരു മതം മാത്രമല്ല, അതൊരു ജീവിത രീതിയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇസ്ലാം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മദീനയിൽ നബി സ്ഥാപിച്ച ഭരണ സംവിധാനം ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ മാതൃകയാണ്. അവിടെ നീതി, സമത്വം, സഹിഷ്ണുത എന്നിവയാണ് പ്രധാനം. ഖുർആനും ഹദീസും രാഷ്ട്രീയ നീതി, ഭരണാധികാരികളുടെ ഉത്തരവാദിത്തം എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു. ഖുർആൻ പറയുന്നു, ഓ വിശ്വസിച്ചവരെ, നിങ്ങൾ നീതി പാലിക്കുക, അള്ളാഹുവിൻ്റെ സാക്ഷിയായിരിക്കുക. എന്നാൽ ആധുനിക കാലത്ത് ഇസ്ലാമും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം സങ്കീർണമാണ്. ലോകമെമ്പാടും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഇസ്ലാമിക നിയമങ്ങൾ ഭരണത്തിൻ്റെ ഭാഗമാണ്. മുസ്ലിം ന്യൂനപക്ഷ രാജ്യങ്ങളിൽ ഇത് വ്യത്യസ്തമാണ്. ഗ്ലോബലായി യൂറോപ്പിലും അമേരിക്കയിലും മുസ്ലിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുക്കുന്നു, പക്ഷേ പലപ്പോഴും വിവേചനങ്ങൾ നേരിടുന്നു. ഇന്ത്യൻ സന്ദർഭത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഏകദേശം 14% ജനസംഖ്യയാണ്. അവരുടെ രാഷ്ട്രീയ പ്രതിനിധാനം വളരെ കുറവാണ്. ലോകസഭയിൽ മുസ്ലിം എംപിമാരുടെ എണ്ണം 5% മാത്രമാണ്. ഇത് ഗുരുതരമായ അപര്യാപ്തതയെ സൂചിപ്പിക്കുന്നു. സ്വാതന്ത്ര്യാനന്തരം മുസ്ലിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. ഭക്ഷിക്കാൻ കഴിയാത്ത മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷേ വിഭജനത്തിന് ശേഷം പലരും പാകിസ്ഥാനിലേക്ക് പോയി. എന്നിരുന്നാലും ഇന്ത്യയിൽ ബാക്കിയുള്ള ആളുകൾ ജനാധിപത്യത്തിൽ വിശ്വസിച്ചു. എന്നാൽ കഴിഞ്ഞ ദശകങ്ങളിൽ പ്രത്യേകിച്ച് ഹിന്ദു ദേശീയവാദ ഭരണകൂടത്തിനു കീഴിൽ മുസ്ലിങ്ങൾ കൂടുതൽ അരികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ബാബരി മസ്ജിദ് തകർച്ച, ഗുജറാത്ത് കലാപം, CA പോലുള്ള നിയമങ്ങൾ എന്നിവ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങളെ ബാധിച്ചു. മുസ്ലിം പ്രതിനിധാനം കുറയുന്നത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമായ വൈവിധ്യത്തെ ദുർബലപ്പെടുത്തുന്നു. അവസാനമായി, ഇസ്ലാമും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം നീതിയും സമത്വം ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതാണ്. മുസ്ലിങ്ങൾ രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രതിനിധാനം നേടണം. അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. അത് ദേശീയ തലത്തിൽ പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.